കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അല്ലെങ്കിൽ സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒരു തിരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ശശി തരൂരിന് ഇനി അത്തരം രാഷ്ട്രീയ അവസരങ്ങൾ വരാൻ സാധ്യത കുറവാണ് എന്ന് വ്യക്തമായിട്ടറിയാം. ആ സാധ്യതയുടെ തുറന്നാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ റഷ്യയിൽ പോകുന്ന മിഷൻ ഉണ്ടല്ലോ, നേരത്തെ പോയി വെട്ടിലാക്കി, ശരി, പാർട്ടിയോട് ചോദിക്കാതെ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പറഞ്ഞു. അതിന് കൊടുത്ത ന്യായീകരണം എന്ന് പറയുന്നത് രാജ്യത്ത് എന്നോട് ആവശ്യപ്പെട്ടാൽ രാജ്യത്തിന് വേണ്ടി ഒരു സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ പോയി എന്നുള്ള വ്യാഖ്യാനമാണ് നൽകിയത്. ഇപ്പോൾ റഷ്യ പോയിരിക്കുന്നത് എന്തിനാ? ഇപ്പോൾ റഷ്യയിലും യു കെയിലും ഗ്രീസിലുമാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ പോയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇപ്പോൾ പോയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്നുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഭാഗമായി അസീം മുനീർ അതിനിടയ്ക്കാണല്ലോ ഡൊണാൾഡ് ട്രംപിനെ കണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ റഷ്യയുമായിട്ട് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന രാജ്യങ്ങളിൽ കുറച്ചുകൂടി ലൈസൻസ് ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് പോകുന്ന പദവി അദ്ദേഹം എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇപ്പോൾ ലോക്സഭയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ നിലയിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്യമത്തിനാണ് പോകുന്നത്. ആര് പറഞ്ഞിട്ട് പോകുന്നത് നരേന്ദ്രമോദി. ആരോട് പറഞ്ഞിട്ടാണ് പോകേണ്ടത്? പാർട്ടിയുടെ പ്രസിഡന്റിനോട്. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ആ സമയം ചോദിച്ചു. പാർട്ടി പ്രസിഡന്റിനോടും രാഹുൽ ഗാന്ധിയോടും ഇക്കാര്യം അറിയിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. എന്തിനേറെ മാധ്യമങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ പോകുന്നതൊരു സർക്കാരിൻ്റെ ഡെലിഗേഷനാണ് എന്ന് തുറന്നു പറഞ്ഞു പോലും അല്ല പോയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയും ഒരിക്കൽ കൂടി വെട്ടിലാക്കുന്നു.